ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറേൻ്റെ മുന്നിൽ വന്ന് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നത്, എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്ന് എന്തിനാണ് ഇങ്ങനെയൊക്കെ വന്ന് ഇരിക്കണമെന്ന് വിചാരിച്ചാൽ, ഞാനൊരു ഡിപ്ലോമ മെഹന്തിൻ്റെ കോഴ്സിന് ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു മെഹന്തിൻ്റെ ഫുള്ളായിട്ട് ക്ലാസ് ഈ ഒരു ചാനലിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് കോണ് വേണം, മെഹന്തി കോണ് വേണം. അപ്പോൾ നമുക്ക് ഞാൻ എല്ലാ കോണും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ബെറ്ററായിട്ട് തോന്നിയത് മെഹന്തിയിൽ സിങ്ങാണ് കേട്ടോ. ഈ സിങ് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല രീതിയിൽ കട്ടാവാതൊക്കെ മെഹന്തി പോരുന്നുണ്ട്. അതുപോലെ സിങ്ങാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വഫാകുമ്പം കുഴപ്പമില്ല, എന്നാലും സിങ്ങിൻ്റെ അത്ര പോരാ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് കോൺ വേണമെങ്കിൽ അങ്ങനെ ഓർഡർ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതായത് ചോക്കാതെ നമുക്ക് കയ്യിൽ ഇട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ചോപ്പ് വരാത്ത അങ്ങനത്തെ മെഹന്തി ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഓർഡർ ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ മെഹന്തി നമുക്ക് ഇതിന് വേണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിന് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതുപോലെ വൈറ്റ് ബോർഡ് ഇത് വേണമെന്നില്ല കേട്ടോ, നിർബന്ധമല്ല. ഈ ഒരു വൈറ്റ് ബോർഡ് ഉണ്ടെങ്കിൽ ഇതിലാണ് നമുക്ക് വരയ്ക്കാനൊക്കെ. അപ്പം അതല്ലാന്ന് വെച്ചെങ്കിൽ നമുക്ക് ഈ ഒരു 5 രൂപയ്ക്കുള്ള ഒരു OHP ഷീറ്റ് ഉണ്ട്. ഇത് ഞാനിപ്പോൾ വരച്ചതിൻ്റെ അടയാളങ്ങളുണ്ട് കേട്ടോ. OHP ഷീറ്റും അതിൻ്റെ താഴെ നമുക്ക് ഈ ഒരു A4 ഷീറ്റും വെച്ചാൽ 2 പേപ്പർ കൊണ്ട് മാത്രം മതി നമുക്ക് ഈ ഒരു ക്ലാസ് മൊത്തം പഠിക്കാനും. ഈ ഒരു ഇതും അതുപോലെ തന്നെ ഒരു A4 അങ്ങനെ ഒരു പേപ്പർ മതി. ഈ വൈറ്റ് ബോർഡ് നിർബന്ധമില്ല കേട്ടോ. നമുക്ക് വൈറ്റ് ബോർഡായിട്ട് ഒന്നും കൂടി സുഖമായിട്ട് തോന്നിയത് ഇങ്ങനെ OHP ഷീറ്റ് വെക്കുമ്പോഴാണ് കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലാമിനേഷൻ ചെയ്യില്ലേ, A4 അങ്ങനെ ലാമിനേറ്റ് ചെയ്തിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ടിഷ്യൂ പേപ്പേഴ്സാണ് നമുക്ക് മായ്ക്കാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ. പിന്നെ നിങ്ങൾക്ക് നോട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഒരു നോട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു നോട്ടിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാ ക്ലാസ് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട്, പിന്നെ നമുക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ ഒരു സംഭവം, അതായത് ഇതൊക്കെ നമ്മൾ ചെയ്ത വർക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോട്ടും നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ അങ്ങനെ നോട്ട് വേണമെങ്കിൽ ഇങ്ങനെ നോട്ടിൽ ഞാനിത് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ വേറൊരു പേപ്പറിൽ എഴുതിയിട്ട് വരച്ചിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതിൽ ഒട്ടിച്ച് എടുത്തേക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരിട്ട് വേണമെങ്കിലും വരച്ചിട്ട് ഇതാക്കും ചെയ്യാം. നേരിട്ട് വരച്ചതിന് ശേഷം അതിന് മുകളിൽ സെല്ലോ ടേപ്പ് ഒട്ടിക്കുക, അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഒരു മെഹന്തിൻ്റെ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. കോഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്കും പറഞ്ഞു തരാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു ക്ലാസ്സിന് ഇഷ്ടമുള്ളവരൊക്കെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലാസ് ഇതിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ബെല്ലൈക്കൺ ഓൾ കൊടുത്ത് വെക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.